ഇത്രയും കാലം അടിച്ചൊതുക്കിയ ഒരാളെ വെള്ളിത്താലത്തിൽ വെച്ച് സ്വീകരിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹമില്ലായിട്ട് പോലും നമ്മൾ ജയിപ്പിക്കാൻ ഇറങ്ങണമെന്നുള്ള പറയുന്നു. അപ്പോൾ ഈ 10 വർഷത്തേക്കാണ് കഷ്ടപ്പെട്ട ആർക്ക് വേണ്ടി? അത്രേ ഉള്ളൂ. സത്യസന്ധമായ പോരാട്ടമാണ് BJP കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നു. CPM ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ CPM ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ്. അടുത്ത 5 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നൊരു നേതാവിൻ്റെ വീട്ടിൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പിന്തുണയുമായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ നാണം കെട്ടൊരു ഏർപ്പാടായിട്ടാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ അച്ഛൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പോലും ചേരാതെ കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. 50 കൊല്ലം ഒരു പാർലമെൻറ്റ് സ്ഥാനത്തേക്ക് ഒരു സ്ഥാനവും ചോദിച്ചു വന്ന ഒരാളെന്നല്ല. ഞാൻ അതിൻ്റെ ഒരു മോഹം മൂത്തൊന്നും ഇറങ്ങി പുറപ്പെട്ട ആളുമല്ല. നമസ്കാരം. ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും BJP-യിലേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് KPCC സെക്രട്ടറി ആയിരുന്ന തൊടിയൂർ രാമചന്ദ്രൻ BJP അംഗത്വം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ KPCC സെക്രട്ടറി കൂടിയായ MG ജോൺ കൂടി BJP-യിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം നേതാക്കൾ എല്ലാവരും തന്നെ കൂട് വിട്ട് കൂട് മാറുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ MG ജോൺ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇപ്പം കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയും കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനോടും CPM-നോടും എടുക്കുന്ന ഒരുതരം സമീപനത്തേക്കാൾ സത്യസന്ധമായി അവർ എതിർത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന BJP ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പാർട്ടിയിൽ കൃത്യമായ പിന്നെ എന്തെങ്കിലും സീറ്റ് ലഭിക്കാത്തോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണ്? അല്ല, അതിൽ നിന്ന് വളരെ ക്ലിയറായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്രാവശ്യം മത്സരിക്കാൻ എല്ലാ അവസരവും ഉണ്ട് അവിടെ, അതെല്ലാമാണ്. പക്ഷേ എന്നെ പരിഗണിക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിലപാടെടുത്തത്. എനിക്കൊരു നിലപാടുണ്ട്. അപ്പോൾ ആ നിലപാട് ഇന്നലെ വളരെ ക്ലിയറായിട്ട് ഞാൻ ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ വിശദീകരിക്കാം. അത് ഞാൻ പുന്നപ്പറയിലാണ് ജനിച്ചത്. പുന്നപ്പറയിൽ എനിക്ക് സ്കൂൾ തൊട്ടുള്ള രാഷ്ട്രീയം. എൻ്റെ സ്കൂൾ രാഷ്ട്രീയം തുടങ്ങുന്ന എൻ്റെ അച്ഛൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പോലും ചേരാതെ കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അന്നോട്ട് ഇന്ന് വരെ കോൺഗ്രസിന് വേണ്ടി ഞാൻ വളരെയേറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ MLA-യോ MP-യോ പഞ്ചായത്ത് മെമ്പറോ പോലും ആകാതെ ഇത്രയും കാലം നിന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അന്നോട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയെ, അത് പുന്നപ്പറയും കൈനകരിയും പുറക്കാടെന്നൊക്കെ പറഞ്ഞാൽ അത് അമ്പലപ്പുഴ പാർട്ടി ഗ്രാമങ്ങൾ പോലെയായിരുന്നു. അതിനൊരു മാറ്റം വരുത്തി ഇന്ന് കോൺഗ്രസ് ഐക്യജനാധിപത്യം മൊത്തം ഭരിക്കുന്നത്. ആ ഒരു സാഹചര്യം എത്തുന്നവരെയുള്ള പോരാട്ടം സത്യത്തിൽ ജീസുദാനുമായിട്ടുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തറപറ്റിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം അടിച്ചൊതുക്കിയ ഒരാളെ വെള്ളിത്താലത്തിൽ വെച്ച് സ്വീകരിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹമില്ലായിട്ട് പോലും നമ്മൾ ജയിപ്പിക്കാൻ ഇറങ്ങണമെന്നുള്ള പറയുമ്പോൾ അടുത്ത 5 വർഷത്തേക്ക് പിണറായി മുഖ്യമന്ത്രിയാണ് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ 10 വർഷത്തേക്കാണ് കഷ്ടപ്പെട്ട ആർക്ക് വേണ്ടി? അത്രേ ഉള്ളൂ കാര്യം. എന്തുകൊണ്ട് CPM തിരഞ്ഞെടുത്തില്ല? ഞാൻ എൻ്റെ അച്ഛൻ CPM-ൻ്റെ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം പോയില്ലല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവമുള്ള ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് പ്രവർത്തിക്കും. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ ഒന്നാമത്തെ കാര്യം അവർക്ക് ബന്ധസ്നേഹം എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല, ആധ്യാത്മികതയില്ല. അത് അങ്ങനെ ഒട്ടനവധി പോരായ്മകൾ ഞാൻ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ ആ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എല്ലാം ഉണ്ട്, ദൈവീയത്തെ ഇല്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിൽ ഇതുവരെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടിട്ടില്ല. ചില പഠനപ്പിണക്കങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അങ്ങനെയുണ്ടോ? അത്തരത്തിലൊരു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക എന്നൊരു എൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ പട്ടികയൊന്നും ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ താഴ്മയായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ നിലപാടെടുത്തത്. എനിക്ക് ഒരുപക്ഷെ അവരെന്നെ സഹായിച്ച് ഇപ്രാവശ്യം മത്സരിക്കായിരുന്നു. അതിനുള്ള അയോഗ്യതയൊന്നും എനിക്കില്ല, അവർക്കറിയാം. ഒറ്റയ്ക്കെടുത്ത നിലപാടാണോ BJP-യിലേക്ക് വരണമെന്ന്? ഞാൻ സ്വന്തമായിട്ട് എടുത്ത നിലപാടാണ്. എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് പോലും ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ വേണ്ടി ഒരു ചോദ്യം കൂടെ. ഇനി BJP-യുടെ രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ കേരളം? അല്ല, BJP ഇവിടെ ഞാൻ ഇത്രയും കാലം കേരളത്തിൽ താമര വിരിയരുതെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷേ അവരുടെ പ്രവർത്തനം ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ പഞ്ചായത്തിൽ തന്നെ പുന്നപ്പറ നോർത്ത് സൗത്ത്, ഞാൻ ജനിച്ചു വീണ സ്ഥലം,
അവിടെ 10 BJPയുടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഈ ജി സുധാകരൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് ഇങ്ങോട്ട് വരുമ്പോൾ പുന്നപ്പുറ പഞ്ചായത്തിൽ, സൗത്ത് പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തിച്ച പാർട്ടിക്ക് 2 പഞ്ചായത്ത് മെമ്പറേ ഉള്ളൂ. അവിടെ 4 BJP പഞ്ചായത്ത് മെമ്പർമാരാണ്. പ്രതിപക്ഷം അവരാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ. അത്രയും വളർത്തിയിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സത്യസന്ധമായ പോരാട്ടമാണ് BJP കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നു. CPM ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ CPM ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരു നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടി അവരുടെ സഹായം തേടുമ്പോൾ ഇതിനകത്ത് കൂടെ നിൽക്കുന്നതിന് കാലുവാരനും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒത്തിരി അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു. എന്തായാലും MG ജോണും നമ്മളോട് വ്യക്തമാക്കുന്നത് രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. അതുകൂടാതെ കോൺഗ്രസും CPMും ഉറ്റുനോക്കുന്നത് ഇനി ആരൊക്കെ ആയിരിക്കാം BJPയിൽ ചേരുന്നത് എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.